ഹലോ കൂട്ടുകാരെ, ജോൺസൺസ് ഓട്ടോ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഓട്ടോ വ്ളോഗ് പോലെയല്ല, ഇന്ന് നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഒരു വഴി കാണിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഹിഡൻ ആയിട്ടുള്ള വഴിയൊന്നുമല്ല, എന്നാൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വഴിയാണ് കേട്ടോ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇടുക്കിക്കവലയിൽ നിന്ന്, അതായത് വളകോടിനും കണ്ണമ്പടിക്കും ഇടയ്ക്കുള്ള ഇടുക്കിക്കവല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. ഒരു കാനന പാത എന്ന് പറയാം. ഈ വഴിക്കും അതായത് നമ്മുടെ കാരണവന്മാർ പൂർവികരുമായിട്ട് വളരെ നല്ലൊരു ബന്ധമുള്ള വഴിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടുള്ള ആൾക്കാർ, അതായത് മേമാരി, വാക്കത്തി, മുല്ല, കത്തിതേപ്പൻ, മുല്ലള്ള്, പുന്നപ്പാറ, കണ്ണമ്പടി, കിഴുകാനം, കൊല്ലത്തിക്കാവ്, മെമ്പറുകവല എന്നീ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ആളുകൾ പറമ്പിലുണ്ടാകുന്ന സാധനങ്ങൾ തലച്ചുമടായിട്ട് ഉപ്പുതറയെ കൊണ്ടുപോയി വിൽക്കുകയും അവിടുന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തലച്ചുമടായി തന്നെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്തിരുന്ന, നടന്നു കൊണ്ടുവരികയും ചെയ്തിരുന്ന ഒരു പ്രധാന പാതയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആരുടെ ശല്യങ്ങളില്ല, ഇടയ്ക്ക് വീടുകളില്ല, ഫുള്ളൊരു കാനന പാത തന്നെയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബൈക്ക് റൈഡേഴ്സിനൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈക്ക് റൈഡേഴ്സിന് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കാനന പാതയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു തേക്ക് പ്ലാന്റേഷനാണ് കേട്ടോ. കല്ലാർ തേക്ക് പ്ലാന്റേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ശരിക്കും കാക്കത്തോട് ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. ഇടത് സൈഡിൽ കാണുന്നത് ഹാങ്ങിങ് ഫെൻസിങ് ആണ് കേട്ടോ. നമ്മൾ ആന പോലുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ്. അപ്പം ഈ വഴി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അറിവിൽ, അതായത് ഒരു 10-80 വർഷത്തിന് മേളിൽ ആയിട്ട് ഈ വഴി ഉണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം കേട്ടോ. നമ്മുടെ അല്ല, നമുക്ക് പറഞ്ഞു തന്നേക്കുന്നതനുസരിച്ച് ആ ഒരു അത്രയും പഴക്കമുള്ളൊരു വഴിയാണ്. കാരണം പ്രധാന ഒരു വഴിയാണ്. അപ്പം ഇപ്പോൾ ഇത് പ്ലാന്റേഷനിൽ ഇഷ്ടംപോലെ തേക്കുകൾ, ഏകദേശം 49,500 പുതിയ തൈകളാണ് വെച്ചിരിക്കുന്നത്. ഈ തൈകൾ വെച്ചിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം ആകുന്നതേ ഉള്ളൂ കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്ന തേക്കുകളെല്ലാം വെട്ടി ഫോറസ്റ്റുകാർ ലേലമൊക്കെ ചെയ്തു. അപ്പം നമ്മളീ പോകുന്ന വഴിയിൽ നമ്മളാണേലും ഇപ്പം കോട്ടയത്തിന് പോവുകയാണെങ്കിൽ മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പുൻകുന്നം എന്നൊക്കെ പറയുന്ന ജംഗ്ഷനുകളില്ലേ, അതുപോലെ ഈ കാനന പാതയിലെ മെയിൻ ജംഗ്ഷനാണ് ഇത് കേട്ടോ. ഇതാണ് മരയോട്ടിച്ചോട്. ഇതാണ് ആ മരം, മരയോട്ടി എന്ന് പറയുന്ന മരം. ഇതിന് നല്ലൊരു പേരയ്ക്കായുടെ അത്രയും വലിപ്പമുള്ള, അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ ഒക്കെ അത്രയും വലിപ്പമുള്ളൊരു കായൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടം ആൾക്കാർ ഇടത്താവളമായിട്ട് ചൂസ് ചെയ്യാൻ കാരണം ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യത, തണൽ, പിന്നെ ആന എപ്പോഴും ഉള്ള സ്ഥലമാണ്. പെട്ടെന്ന് വന്നാൽ പോലും ആളുകൾക്ക് അകത്തേക്ക് കയറി രക്ഷപ്പെടാം. അതുകൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻഡിങ് ആയിട്ടുള്ള, പ്ലാന്റേഷൻ്റെ എൻഡിങ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കാണാൻ. കാരണം നല്ല അടിപൊളിയാണ്. തേക്കിൻ തോട്ടത്തിൽ നല്ല പുല്ലൊക്കെ തെളിച്ച് നല്ല അടിപൊളിയായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. നിരനിരയായിട്ട് നിൽക്കുന്നത് 49,500 തൈകളുണ്ടെന്നാണ് ബോർഡിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ബൈക്ക് റൈഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക. ഉപ്പുതറയിൽ നിന്ന് ആശുപത്രിപ്പടി വന്നിട്ട്, ആശുപത്രിപ്പടിയിൽ നിന്ന് ഒരു ശക്കലം ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ മണിക്കട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വഴി നമുക്ക് എത്താം കേട്ടോ. ഇവിടെ ലാസ്റ്റ് പ്ലാസ്റ്റിക് ഒന്നും വിടരുതെന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ഒന്നും വിട്ട് മലിനമാക്കാതിരിക്കുക. നമ്മൾ പോരുന്ന വഴിയിലുള്ളൊരു വെള്ളിലാവാണ് കേട്ടോ. വെള്ളിലാവെന്ന് നമ്മൾ പറയും, തേക്കെന്നും ഇതിന് പറയും കേട്ടോ. എന്നാ ഹൈറ്റാന്ന് നോക്കി, അത്രയ്ക്ക് പൊക്കത്തിലാണ് ഈ സാധനം നിൽക്കുന്നത്. അതിനോട് കൂടി തന്നെ മുരിക്ക് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു, ഒരു എലവ് എന്ന് പറയുന്നൊരു മരം, മുള്ളൊക്കെ ഉള്ളതാണ് കേട്ടോ. ആ മരവും ഇതുപോലെ തന്നെ അത്രയേ ഹൈറ്റിൽ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഒത്തിരി എക്സ്പ്ലെയിൻ ആയിട്ടില്ല, എന്നാലും അവിടെ ഒരു ബോഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കോട്ടയം ഡിവിഷനിലാണ് ഉള്ളത്. അതുപോലെ തന്നെ കാഞ്ചിയാർ സെക്ഷനാണ്, അയ്യപ്പൻകോവ് റേഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടം തൊട്ട്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടം തൊട്ട് ജനവാസ മേഖലയാണ്. ഈ തോടാണ് അതിർത്തി. ഇത് നല്ല അടിപൊളി. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തോടെ കയറി പോകുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം പോയിട്ടില്ലാത്തതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അടിപൊളി സ്ഥലമാണ്. കാടിനുള്ളിൽ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം ആന, പന്നി, കേഴ, മ്ലാവ് ഒക്കെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ചെല്ലുന്നതാണ് നമ്മുടെ മണിക്കട. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ വളകോട്, വാഗമണ്ണ്, താഴോട്ട് പോയാൽ ഉപ്പുതറ, പരപ്പ്, കട്ടപ്പന. ഓക്കേ.